യേശുക്രിസ്തു നിക്കോദിമോസിനോട് പറഞ്ഞു, നീ പുതുതായി ജനിക്കണം. നമ്മളോടായിട്ടാണ് പറഞ്ഞത്, നിങ്ങൾ പുതുതായി ജനിക്കണം. യേശു പറഞ്ഞ അതേ സന്ദേശം തന്നെയാണ് യേശുവിൻ്റെ ശിഷ്യന്മാരും പിൽക്കാലത്ത് പറഞ്ഞിട്ടുള്ളതെന്നുള്ള കാര്യവും കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യം. പെന്തക്കോസ്ത് നാളിൽ പത്രോസ് 11 പേരോടും കൂടെ എഴുന്നേറ്റ് നിന്ന് സുവിശേഷം പ്രസംഗിച്ചു. അന്ന് അവിടെ കൂടിയിരുന്ന ആളുകൾക്ക് ഇവരിൽ വ്യാപരിക്കുന്ന ഒരു ഹയർ ലെവൽ ഓഫ് ലൈഫ് കാണാനായിട്ട് ഇടയായി. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ വ്യാപരിച്ചിരുന്നതായ ഒരു പ്രത്യേകതര ജീവൻ, ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെ അവർ പ്രസ്താവിക്കുവാനും അവർക്ക് വേറെ ഒരു വലിയ ഉന്നതമായ ജീവൻ അവരുടെ ഉള്ളിൽ ഉണ്ടെന്നുള്ളത് പ്രകടിപ്പിക്കുവാനും ഒക്കെ കഴിഞ്ഞപ്പോൾ ആ പത്രോസിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് അവരൊരു ചോദ്യം ചോദിച്ചു. അതിന് മറുപടിയായിട്ട് പത്രോസ് പറഞ്ഞ കാര്യമാണ്. ഈ വാക്യം പലർക്കും പരിചയം കാണും, വായിക്കാം. 2:38. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുവിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അപ്പോൾ ഈ സന്ദേശം തന്നെയാണ് ഇവിടെ പത്രോസ് പറയുന്നത്. യേശു പറഞ്ഞ അതേ സന്ദേശം തന്നെയാണ് ആരും പറയുന്നത്? പത്രോസും. ഞങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പെങ്കിൽ, കാരണം ആ സന്ദേശം മുഴുവൻ നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചിരിക്കുന്നുവെന്ന് ഇസ്രായേൽ ഗ്രഹം നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ എന്നാ പ്രസംഗിച്ചത്. ആ പ്രസംഗം കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. എന്നിട്ട് ചോദിച്ചു, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ പറഞ്ഞു, റിപ്പൻറ്റ് ആൻഡ് ബി കൺവേർട്ടഡ്. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. നിങ്ങൾ മാനസാന്തരപ്പെടണം. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് അനുതപിക്കണം. റിപ്പൻറ്റ്, കൺവേർഷൻ, ഈ 2 കാര്യങ്ങളാണ് അവിടെ ഊന്നി പത്രോസ് പറഞ്ഞതെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇതുവരെ ജീവിച്ച ജീവിതത്തെക്കുറിച്ച് റിപ്പൻറ്റ് ചെയ്യുക. നിക്കോദിമോസിന് ആ റിപ്പൻറ്റൻസ് ഉണ്ടായതുകൊണ്ടാണ് ആരുടെ അടുക്കൽ വന്നത്? യേശുവിൻ്റെ അടുക്കൽ. ശരിയല്ല, ഇതുവരെ ജീവിച്ച ജീവിതം ആ പദങ്ങളൊന്നും അവിടെ എഴുതിയിട്ടില്ലെങ്കിലും ആ വരവ് നോക്കിയാൽ നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിൻ്റെ വരവ് നോക്കിയാൽ അറിയാം. ഹീ ഈസ് റിപ്പൻറ്റിങ് അബൌട്ട് ഹിസ് പാസ്റ്റ് ലൈഫ്. തൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ നേടാൻ കഴിയാതെ പോയ ഉന്നതമായ ജീവനെക്കുറിച്ചുള്ള ഒരു അനുതാപത്തോടു കൂടിയാണ് നിക്കോദിമോസ് യേശുവിൻ്റെ അടുക്കൽ വന്നത്. അപ്പോൾ യേശു പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, യു നീഡ് ടു ബി കൺവേർട്ടഡ്. നീ മാനസാന്തരപ്പെട്ട് നിൻ്റെ അനുതാപം കൊള്ളാം, പക്ഷേ നിനക്ക് ഒരു രൂപാന്തരം, ഒരു മാനസാന്തരവും കൂടി സംഭവിക്കണം. ഒരു പുതിയ ജീവൻ നിനക്ക് ലഭിക്കും. ഇതെങ്ങനെ സംഭവിക്കും? അത് ദൈവം തന്നെ നിനക്ക് നൽകും. അപ്പോൾ കാര്യങ്ങളൊക്കെ മാറും എന്ന് അദ്ദേഹത്തെ ഇതേ കാര്യം തന്നെയാണ് പത്രോസ് പ്രസംഗിച്ചത്. പൗലോസിൻ്റെ ഭാഷയിൽ പൗലോസ് കുറേ കൂടെ തത്വജ്ഞാനപരമായിട്ട് കാര്യങ്ങൾ പറയുന്ന ആളായതുകൊണ്ട് പൗലോസ് അതെങ്ങനെ പറയുകയാണെങ്കിൽ എങ്ങനെ പറയും എന്ന് നമുക്കൊന്ന് നോക്കാം. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. റോമാലേഖനം 6:13. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്, നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും. ഹി പുട്ട് ഇറ്റ് ലൈക്ക് ദിസ്, എലൈവ് ഫ്രം ദ ഡെഡ്, മരിച്ചിട്ട് ജീവിക്കുന്നവർ. അപ്പോൾ എന്താണ് ഈ പുതുതായി ജനിക്കുക എന്ന് പറഞ്ഞാൽ? ഞാൻ പുതുജനനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്താണ് പുതുതായി ജനിക്കുക എന്ന് പറഞ്ഞാൽ? പലർക്കും ചിലപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല പള്ളികളിലും കേൾക്കാത്തൊരു പ്രസംഗമാണ്. ഏത് പ്രസംഗം? പുതുജനനത്തെക്കുറിച്ചുള്ളൊരു പ്രസംഗം. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്കൊരു അവസരം കിട്ടിയപ്പോഴെങ്കിലും എന്താണ് ഈ പുതുജന്മം എന്നുള്ളതൊന്ന് കേൾക്കുന്നതും പരിശോധിക്കുന്നതും ഞാൻ പുതുതായി ജനിച്ചതാണോ എന്ന് ചിന്തിക്കുന്നതും മോശമുള്ള കാര്യമല്ല എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ പുതുതായി ജനിക്കണം. പത്രോസ് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെടണം. റിപ്പൻറ്റ് ആൻഡ് ഗെറ്റ് കൺവേർട്ടഡ്. പൗലോസ് പറഞ്ഞു, നിങ്ങൾ മരിച്ചിട്ട് ജീവിക്കുന്നവരാകണം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് കിട്ടിയ ഈ ജഡീക ജീവൻ മരണത്തിന് വിധേയമാകണം. അതിനെ മരിച്ചാൽ മാത്രം പോരാ, അതിനെ കുഴിച്ചിടണം. യേശു തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനോട് നിങ്ങൾ അനുരൂപപ്പെടണമെന്നുണ്ടെങ്കിൽ, താതാത്മ്യപ്പെടണമെന്നുണ്ടെങ്കിൽ, പൊരുത്തപ്പെടണമെന്നുണ്ടെങ്കിൽ യു മസ്റ്റ് ഓൾസോ ഡൈ, അല്ലേ? നിങ്ങളും മരിക്കണം, നിങ്ങളെയും അടക്കണം, എന്നിട്ട് നിങ്ങൾ അപ്പം മരിച്ചിട്ട് ജീവിക്കുന്നവർ. അപ്പോൾ നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളോടും നമ്മുടെ മനോഭാവം എന്താണെന്ന് ചോദിച്ചാൽ, ഐ എം ഡെഡ് ടു സിൻ. പാപം സംബന്ധിച്ച് പാപത്തിൽ മരിച്ചവരല്ല, നമ്മുടെ പഴയ അവസ്ഥയാണ് പാപത്തിൽ മരിച്ചു എന്നുള്ളത്. പക്ഷെ ഇപ്പം പാപത്തിനു മരിച്ചവർ, മനസ്സിലായല്ലോ? നോട്ട് ഡെഡ് ഇൻ സിൻ ബട്ട് ഡെഡ് അൺടു സിൻ. പാപത്തിൽ മരിച്ചവരല്ല, പാപത്തിനു മരിച്ചവർ. ഒരു ഡെഡ് ബോഡി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ അതിനോട് നമ്മൾ ചീത്ത പറഞ്ഞാലും അതിന് മദ്യം കൊടുത്താലും അതിനെ തല്ലിയാലും ഒന്നും എന്തുണ്ടാവില്ല? എന്താ പ്രതികരണം ഇല്ലാത്തത്? മരിച്ചു പോയതുകൊണ്ട്. അപ്പോൾ നമ്മുടെ പഴയ പ്രകൃതം, നമ്മുടെ ജഡമനുഷ്യൻ ഇതുപോലെ മരണത്തിന് വിധേയമാകുകയും പിന്നെ അതിന് ഒരൊറ്റ കാര്യത്തിന് മാത്രമേ കൊള്ളുകയുള്ളൂ, കുഴിച്ചിടാൻ. അല്ലെങ്കിൽ
ഇവിടെ അത് ദുർഗന്ധം ഉണ്ടാക്കും. അത് യാതൊരു തരത്തിലും ഉപകാരപ്രദമല്ല എന്നുള്ളത് കൊണ്ട് അത് മറവ് ചെയ്യുക, ഒരു പുതിയ ജീവൻ അതിൽ നിന്ന് ഉയർത്ത് വരിക. അത് തന്നെയാണ് ഈ വിത്തുകളൊക്കെ നമ്മൾ കുഴിച്ചിടുമ്പോൾ സംഭവിക്കുന്നത്. ആ വിത്ത് ഡീക്കേ ചെയ്യുന്നു, ഡെഡായി പോകുന്നു, അതിൽ നിന്നൊരു പുതിയ ജീവൻ. സോ ഇത് പ്രകൃതിയിൽ പോലും ഉണ്ടെന്നാണ് നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. പ്രകൃതിയിലുണ്ട്, മനുഷ്യനിലുണ്ട്. അപ്പോൾ അത് താത്വികമായിട്ട് പൗലോസ് പറയുകയാണ്, നിങ്ങൾ ഈ പുതിയ ജീവനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മരിച്ചിട്ട് ജീവിക്കുന്നവരായിരിക്കണം. എലൈവ് ഫ്രം ദ ഡെഡ്. ഒന്ന് മരിച്ചു, ഈ പുതുതായിട്ട് ജീവിക്കുന്ന സാധനത്തിന് നേരത്തെ യേശുവിൻ്റെ പുനരുദ്ധാനമൊക്കെ പഠിച്ചത് മറന്നു പോകരുത്. കണ്ടാൽ പഴയതിനെ പോലെ ഇരിക്കും, അല്ലെങ്കിൽ ആളെ തിരിച്ചറിയത്തില്ലല്ലോ. ഞാൻ പുതിയൊരു രീതിയിൽ തന്നെ വരികയാണെങ്കിൽ ആൾ പറയും ഏതാണെങ്കിലും ഇത് വർക്ക് ചെയ്യാമല്ലെന്ന് പറയും. സെൻറ്റിറ്റ് പറയത്തില്ലേ? അതുകൊണ്ടാണ് ദൈവം എന്ത് മാറ്റാത്തത്, ഈ രൂപം മാറ്റാത്തത്. മാറ്റാൻ ദൈവത്തിന് വിഷമമുള്ളത് കൊണ്ടൊന്നുമല്ല. മാറ്റാതിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇവനെ ഇങ്ങനെ മാറ്റാൻ എനിക്ക് കഴിയുമെന്ന് മറ്റുള്ളവർക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കണം, ഞാൻ അവൻ്റെ അകത്ത് പ്രവർത്തിക്കുമ്പോൾ ഈ പഴയ ശരീരത്തിൽ തന്നെ പുതിയ ജീവൻ വ്യാപരിപ്പിക്കുമ്പോൾ ഇതിങ്ങനെയാകും എന്ന് ലോകത്തിന് അതുകൊണ്ടാണ് യേശു കണ്ടപ്പം പഴയ വാളെ പോലെ തന്നെ ഇരുന്നു. പക്ഷേ എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി, ഇത് പഴയ യേശു അല്ല. അപ്പം ഇതേ കാര്യം നമ്മളിലും സംഭവിക്കണം. അതിനെക്കുറിച്ചാണ് പൗലോസ് കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞത്. 3-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളിൽ എന്താ പറഞ്ഞത്? നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടെ ഉരിഞ്ഞു കളഞ്ഞ്. വാക്യം കിട്ടിയെങ്കിൽ വായിക്കാം. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോട് കൂടെ ഉരിഞ്ഞു കളഞ്ഞു, തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഉദാഹരണം എന്ന് പറയുന്നത് നമ്മളൊരു വസ്ത്രം മാറുന്നത് പോലെയാണ്. വസ്ത്രം മാറുമ്പോൾ നമ്മൾ ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ ഒരു കഷ്ണം പോലും നമ്മുടെ ദേഹത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടോ? നോ, ഇറ്റ്സ് ടോട്ടലി ഗോൺ. അത് കംപ്ലീറ്റ് ആയിട്ട് പോയി. പിന്നെ ധരിക്കുന്നത് തികച്ചും പുതിയതായിട്ടുള്ളൊരു വസ്ത്രമാണ്. ഇതുപോലെ പഴയ മനുഷ്യൻ്റെ യാതൊരു ലാഞ്ചനകളും നമ്മളിൽ അവശേഷിക്കാതെ, അതുകൊണ്ടാണ് പറഞ്ഞത് ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് എല്ലാം, പഴയത് കഴിഞ്ഞു പോയെന്നല്ല, പഴയത് മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞുപോയി. അതിൻ്റെ ഒരു ലാഞ്ചനയും ഒരംശവും നമ്മുടെ ഉള്ളിൽ പിന്നീട് അവശേഷിക്കുന്നില്ല. ഉരിഞ്ഞു കളഞ്ഞു, അത് കംപ്ലീറ്റ് ആയിട്ട് പോയി. ഇപ്പോൾ ഐ എം എ ബ്രാൻഡ് ന്യൂ പേഴ്സൺ. പക്ഷെ കണ്ടാൽ പഴയ ആളാണെന്ന് തോന്നും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിനകത്തൊരു പുതിയ ജീവൻ തുടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇത് തികച്ചും പുതിയ ഒരാളാണ് എന്നുള്ള കാര്യം തീത്തോസിൻ്റെ ലേഖനത്തിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ച വാക്യം നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ ഉണ്ട്. 3-ാം അധ്യായത്തിൻ്റെ 4, 5, 6, 7 വാക്യങ്ങൾ വായിച്ചാൽ, എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവൃത്തികളാലല്ല തന്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. തന്റെ കരുണപ്രകാരം രക്ഷിച്ചു. എങ്ങനെ? താഴോട്ട് വായിച്ചാൽ, നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ. കഴിഞ്ഞ ആഴ്ചയും വായിച്ച വാക്യമാണ്. ഈ വാക്യത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു, രക്ഷയും സ്നാനവും പരിശുദ്ധാത്മാവിന്റെ നിറവും ഒരടിക്ക് പറഞ്ഞിരിക്കുകയാണ്. അവൻ നമ്മോട് കരുണ കാണിച്ചപ്പോൾ നാം ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെട്ടവരായി. സ്നാനത്തിൽ പ്രതീകാത്മകമായിട്ട് നമ്മുടെ പഴയ മനുഷ്യനെ നമ്മൾ കുഴിച്ചിട്ടു. ദൈവം ധാരാളമായിട്ട് തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകർന്നു. അതോടുകൂടി നമ്മൾ ആരായി തീർന്നു? പുതിയ ഈ ആധുനിക കാലഘട്ടത്തിലെ പ്രശ്നവും ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. എന്താണ് ഇപ്പോൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. ആധുനിക കാലഘട്ടത്തിലെ പ്രശ്നം, ചരിത്ര സാംസ്കാരിക പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ജനിച്ചത് തന്നെ ക്രിസ്ത്യാനികളായിട്ട്, പിന്നെ സ്നാനപ്പെടണമെന്നുള്ളത് ആലോചിക്കേണ്ട ഒരു കാര്യം. പരിശുദ്ധാത്മാവ് ഉണ്ടോ, പരിശുദ്ധാത്മാവ് നിറയുമോ എന്നുള്ളത് പിന്നെയും ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. അല്ല, പിന്നെ അത് ചോദിക്കുന്ന ചോദ്യമാണ്, തീരുമാനിക്കപ്പെടേണ്ടതായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഒരു കൂട്ടം ആളുകൾ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോഴേ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്ത് വന്നു, ആത്മാവ് അവിടെ ഉണ്ട്, ശരിയാണ്. എന്നാൽ വേറൊരു കൂട്ടർ പഠിപ്പിക്കുകയാണ്, ഇല്ല, ഇനിയും വരാനിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇതെല്ലാം ആളുകളെ കൺഫ്യൂഷനിലാക്കുന്നത് കൊണ്ട് നമുക്ക് അതെല്ലാം, ആ ടീച്ചിങ്ങുകളെല്ലാം വിട്ടിട്ട് വേദപുസ്തകം എന്താ പറയുന്നതെന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ പറയുകയാണ്, ദൈവത്തിൻ്റെ പ്രസാദവും കരുണയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവൃത്തികളാൽ അല്ല, ഇത് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണെന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. ഇറ്റ് വാസ് എ വർക്ക് ഓഫ് ഗോഡ്.
ഇതെങ്ങനെ സംഭവിക്കും? അതാണ് ഞാൻ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഇത് നിങ്ങൾ സംഭവിപ്പിക്കുന്നതല്ല, ഇത് നമ്മൾ സംഭവിപ്പിക്കുന്നതല്ല. ഇത് ആര് സംഭവിപ്പിക്കുന്നതാണ്? ഇത് ദൈവം സംഭവിപ്പിക്കുന്നതാണ്. ദൈവം എങ്ങനെയാണ് സംഭവിപ്പിക്കുന്നത്? ദൈവം നമ്മെ നീതീകരിക്കുന്നു. വായിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ ഒന്നുകൂടെ വായിച്ചാട്ടെ. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവർത്തികളാലല്ല തന്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. തന്റെ കരുണപ്രകാരം നമ്മെ രക്ഷിച്ചു. നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട്. കണ്ടോ, അവന്റെ കൃപയാൽ നാം നീതീകരിക്കപ്പെട്ടിട്ട് നമ്മൾ പിന്നെ ഒരു കാര്യം ചെയ്തു. എന്താ? പ്രത്യാശപ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും. അത് നമ്മൾ ചെയ്ത കാര്യമാണ്. കാരണം യേശുവിന്റെ മരണത്തോടും അവന്റെ ഉയർപ്പിനോടും ഒക്കെ പൊരുത്തപ്പെടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? സ്നാനപ്പെട്ടു. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിനെ ധാരാളമായി പകർന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യം ഇപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് 10, 20, 30 കൊല്ലത്തിന് ഇടയ്ക്ക് സംഭവിച്ച 3 കാര്യങ്ങളല്ല. പിന്നെ എങ്ങനെ സംഭവിച്ചതാണ്? 3 സെക്കൻഡ് കൊണ്ട് ചിലപ്പോൾ സംഭവിച്ചതായിരിക്കും. അതുകൊണ്ടല്ലേ പത്രോസ് 2:38 പറഞ്ഞ കാര്യം എന്താണ്? നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം. ഇതിങ്ങനെ സംഭവിച്ച കാര്യങ്ങളാണ്. ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് പെട്ടെന്ന് ഇപ്പം നമ്മളിതിനെ അതാണ് ഞാൻ സാംസ്കാരിക ചരിത്രം എന്നൊക്കെ പറഞ്ഞത്. 10, 20 കൊല്ലം ഇങ്ങനെ മാറ്റി നിർത്തി വെച്ചിരിക്കുന്നത് കൊണ്ട് പുതുജന്മം വീണ്ടും ആളുകൾക്ക് അനുഭവിക്കുവാൻ ബുദ്ധിമുട്ടായിട്ട് വരുന്നു. നമ്മൾ തന്നെ കുഴപ്പമൊക്കെ ഉണ്ടാക്കിയത്. ഞാൻ അതുകൊണ്ട് അതെല്ലാം മായ്ച്ചു കളഞ്ഞിട്ട് നിങ്ങളെ വചനത്തിൻ്റെ നിർമ്മല സത്യത്തിലേക്ക് മടക്കിക്കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ തീത്തോസിൻ്റെ ലേഖനത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു, അവൻ നമ്മെ നമ്മുടെ മേൽ പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ട് പുതുതാക്കുന്നു. ഇതെങ്ങനെ സംഭവിക്കും? ദൈവം പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ച് നാം അവനോട് ചേരുമ്പോൾ ഗോഡ് ഈസ് ഏബിൾ, അല്ലേ? ദൈവം ഇത് ചെയ്യുവാൻ തക്കവണ്ണം ശക്തനാണ്. അവൻ്റെ ആത്മാവിനെ നമ്മുടെ മേൽ പകരുമ്പോൾ സംഭവിക്കേണ്ടതൊക്കെ അതല്ലേ കുറച്ച് മുമ്പ് പ്രവചനത്തിൽ നിന്ന് വായിച്ചത്. ഞാൻ അവരുടെ ഹൃദയം ട്രാൻസ്പ്ലാന്റ് ചെയ്യും. എല്ലാവരും മറന്നുപോയെന്ന് തോന്നുന്നു. ഞാനൊരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തും. അവരുടെ കഠിനതയുള്ള കല്ലായിരിക്കുന്ന ഹൃദയത്തെ ഞാൻ വെട്ടിമാറ്റിയിട്ട് ഞാൻ ഹൃദയം കൊടുക്കും. എൻ്റെ ആത്മാവിനെ ഞാൻ അവരുടെ ഉള്ളിലാക്കി അവരെ ഞാൻ പുതുതാക്കി എടുക്കുമെന്നായി പറഞ്ഞു. ഐ വിൽ ഡു ഇറ്റ് എന്നാണ് പറഞ്ഞത്. യു വിൽ ഡു ഇറ്റ്. അങ്ങനെ നമുക്ക് ചെയ്യാമായിരുന്നെങ്കിൽ നമ്മൾ എന്നേ ഇത് ചെയ്തേനേയും. നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് പത്രോസ് ഇതിനെക്കുറിച്ച് വീണ്ടും പറഞ്ഞപ്പോൾ പത്രോസിൻ്റെ ലേഖനത്തിൽ 2 പത്രോസ് 1:4 പറഞ്ഞു, നാം ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരും. യു വിൽ ബിക്കം പാർട്ടേക്കേഴ്സ് ഓഫ് ദി ഡിവൈൻ നേച്ചർ ബിക്കോസ് യു ആർ ബോൺ ഫ്രം ഗോഡ്. നാം ദൈവത്തിൽ നിന്ന് ജനിച്ചവരായതുകൊണ്ട് ഇന്നു മുതൽ നമ്മുടെ സ്വഭാവം എന്ത് സ്വഭാവമായിട്ട് മാറും? ദിവ്യ സ്വഭാവം. വായിക്കാം 2 പത്രോസ് 1:4. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. അപ്പൊ അവൻ വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ട്, നമ്മൾ വിശ്വസിക്കണം. അവൻ എന്ത് വാഗ്ദത്തം നൽകിയത്? കണ്ടാലും ഞാൻ സകലവും പുതുതാക്കുന്നു. അവൻ്റെ വാഗ്ദാനം എന്താണ്? അവൻ സകലതും പുതുതാക്കുന്നു. നമ്മൾ എന്ത് ചെയ്യണം? അത് വിശ്വസിക്കണം. വിശ്വസിച്ചാൽ നിങ്ങൾ ദിവ്യ സ്വഭാവത്തിന് യു വിൽ ബിക്കം പാർട്ടേക്കർ ഓഫ് എ ഡിവൈൻ നേച്ചർ. ഈ നിക്കോദിമോസ് കണ്ട ഉന്നതമായ ജീവൻ്റെ ഉടമയാകണമെന്നുണ്ടെങ്കിൽ ദി ഓൺലി തിങ്, സ്റ്റോപ്പ് ലേണിംഗ്, സ്റ്റാർട്ട് ബിലീവിങ്. പഠനം നിർത്തിയിട്ട് വിശ്വസിക്കുന്നത് ആരംഭിക്കുക. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം, ദൈവമാണ് അവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം. അല്ലെങ്കിൽ ഇത്രയും നേരം ഞാൻ പറഞ്ഞതിൻ്റെ മുഴുവൻ ചുരുക്കം ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ, ഈ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ഈ നിക്കോദിമോസിനെ യേശു പഠിപ്പിക്കാൻ ശ്രമിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദി ന്യൂ ബർത്ത് ഈസ് സംതിങ് ദാറ്റ് ഗോഡ് ഡസ് ഫോർ മാൻ when man puts his faith in God or when he is willing to yield to God. ദൈവത്തിന് തന്നെ വിധേയപ്പെടുത്തുവാൻ, ദൈവത്തെ വിശ്വസിക്കുവാൻ മനുഷ്യൻ സന്നദ്ധനാകുമ്പോൾ ദൈവം മനുഷ്യന് വേണ്ടി ചെയ്യുന്നതാണ് പുതുജനനം. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ആരെങ്കിലും തന്നെ ജനിച്ചവരുണ്ടെങ്കിൽ ജനിച്ചതാണോ ജനിപ്പിച്ചതാണോ? നിങ്ങൾ തന്നെ ജനിച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് ജനിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചിട്ട് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ തന്നെ അങ്ങ് ഫോംഡായി. എന്നിട്ട് 8-9 മാസമായപ്പം തീരുമാനിച്ച് ഇനിയും കിടക്കണ്ട, പുറത്തിറങ്ങണം എന്ന് തീരുമാനിച്ച് ഞാൻ തന്നെ പുറത്തിറങ്ങി. അങ്ങനെയായിരുന്നോ? കേൾക്കുമ്പോൾ തന്നെ ചില ആളുകൾക്ക് ഇതെന്തോന്നായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയല്ല. ഇറ്റ് വാസ് നോട്ട് യുവർ ചോയ്സ്. ഇത് നമ്മുടെ തീരുമാനമായിരുന്നില്ല, നമ്മുടെ നടപടി ആയിരുന്നില്ല. ഇതെല്ലാം ചെയ്തത് മാതാപിതാക്കളാണ്. ഇത് ചെയ്തു തരാൻ മാതാപിതാക്കൾ ചെയ്തതാണ്. പക്ഷെ അത് സംഭവിപ്പിച്ചത് മാതാപിതാക്കളല്ല,
അതുകൊണ്ടാണ് മക്കൾ ദൈവം തരുന്ന ദാനം, ദൈവത്തിൻ്റെ അവകാശം. കാരണം കല്യാണം കഴിച്ച എല്ലാവർക്കും മക്കൾ ഉണ്ടാകുന്നില്ല. അവിടെ എല്ലാം പ്രവർത്തിക്കുന്നത് ആരാണ്? അപ്പം ഇപ്പോൾ ആ കാര്യം മനസ്സിലാക്കാണ്. സുവിശേഷം കേട്ട എല്ലാവർക്കും പുതുജന്മം ഉണ്ടാകുന്നില്ല. കല്യാണം കഴിച്ചവർക്ക് മക്കളുണ്ടാകാത്തവരുണ്ടെന്ന് പറഞ്ഞപ്പോൾ കാര്യം മനസ്സിലായി കാണും. മീറ്റിങ്ങിന് പോയിട്ടും പുതുതായി ജനിക്കാത്തവർ ഉണ്ട്. ഇത് സംഭവിപ്പിക്കേണ്ടത് ആരാണ്? ദൈവമാണ്. ഇറ്റ് ഈസ് ഗോഡ്സ് ഡൂയിങ്. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു. അതാണ് ദൈവം ചെയ്യുന്നത്. ഈ പുതുജന്മം എങ്ങനെ സംഭവിച്ചു? നമുക്ക് ആരെയും പുതുതായി ജനിപ്പിക്കാനൊക്കെയല്ല. അങ്ങനെയാണെങ്കിൽ പേരൻസ് ആരാണ്? ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ആത്മാവും. ദൈവത്തിൻ്റെ വചനത്താൽ അവരെ പുതുതായി അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയണമെന്ന് പറയുന്നത്? യു മസ്റ്റ് ടെൽ ദ വേർഡ്, യു മസ്റ്റ് പ്രീച്ച് ദ വേർഡ്. ആൻഡ് ആ വചനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുമ്പോൾ ആളുകൾ പുതുതായി ജനിക്കും. ഇത് നമ്മൾ ചെയ്യുന്നതല്ല. അതുകൊണ്ടാണല്ലോ പൗലോസ് പ്രസംഗിച്ച കാര്യമൊക്കെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യൻ്റെ ജ്ഞാനമല്ല, ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് ഞാൻ പ്രസംഗിക്കാൻ വന്നപ്പോൾ മുട്ടുകൂട്ടി ഇടിച്ചുകൊണ്ടാണ് വന്നതെന്ന്. പേടിച്ച് വിറച്ചാണ് വന്നത്. ഇപ്പോഴത്തെ പ്രസംഗകർക്ക് ഈ പേടിയില്ലാത്തതുകൊണ്ടാണ് പുതുജന്മം നടക്കാത്തത്. ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇപ്പോഴത്തെ ആളുകൾക്ക് മൈക്ക് ഇങ്ങോട്ട് കിട്ടാത്തതിൻ്റെ വിഷമം മാത്രമേ ഉള്ളൂ. മൈക്ക് കിട്ടിയാൽ പിന്നെ ഓടിയും ചാടിയും അഭിനയിച്ചും എല്ലാം പ്രസംഗിച്ച് ആളുകളെ രസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരും പുതുതായി ജനിക്കണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ദൈവം വളരെ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം ആരെങ്കിലും പുതുതായി ജനിക്കുന്നുണ്ടോ? അവർ മാത്രം എൻ്റെ മക്കളാകുന്നവർ ആരെങ്കിലും ഉണ്ടോ? അതല്ലേ ദൈവത്തിൻ്റെ താല്പര്യം? അതോ നിങ്ങളെ കഥാകാലക്ഷേപത്തിൽ കൂടി ഇങ്ങനെ രസിപ്പിച്ച് കൊണ്ടുപോകുന്ന ആളുകളെ കണ്ട് രസിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണോ ദൈവം? നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളൊക്കെ ഒന്ന് മാറണം കേട്ടോ. അതുകൊണ്ട് ലീഡേഴ്സ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആരെയും ത്രസിപ്പിക്കുകയും രസിപ്പിക്കുകയും കർണരസമാകുമാറ് കെട്ടുകഥകൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നവരല്ല. സത്യത്തിന് ചെവി കൊടുക്കാൻ ആളുകൾക്ക് ഇഷ്ടമില്ല. സത്യം നമ്മൾ ആളുകളെ കേൾപ്പിക്കണം. പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ ദൈവം ആളുകളെ മാനസാന്തരത്തിലേക്കും രക്ഷയിലേക്കും പുതുജന്മത്തിലേക്കും കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം ഉള്ളതുപോലെ പ്രസംഗിക്കണം. അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കണം. അതിനെ മാട്ടിക്കോട്ടി പ്രസംഗിച്ചാൽ പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ മറ്റുള്ളവരെ പോലെ വചനത്തിൽ കൂട്ടുചേർക്കുന്നവരല്ല. ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചില്ല. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ മേൽ ഞങ്ങൾ കർത്തൃത്വം എടുത്തില്ല. ഞങ്ങൾ നിങ്ങളുടെ സഹായികൾ അത്രയായിരുന്നു. പൗലോസിനെ കണ്ട് നമ്മൾ പഠിക്കണം. അതുകൊണ്ട് പൗലോസ് ഒരിക്കലും തൻ്റെ ജ്ഞാനത്തിലോ തൻ്റെ കഴിവിലോ തൻ്റെ സ്വാധീനത്തിലോ ഒന്നുമല്ല ആശ്രയിച്ചത്. എവിടെ ആശ്രയിച്ചത്? നിങ്ങളുടെ വിശ്വാസത്തിന്, നിങ്ങളുടെ പുതുജന്മത്തിന് ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മരിച്ച ഒരുത്തനെ ജീവിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിനല്ലാതെ ആർക്കും സാധിക്കുകയില്ല. നാം അതിക്രമത്തിലും പാപത്തിലും മരിച്ചു കിടക്കുകയാണ്. എന്നാൽ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ച് പുതിയൊരാളാക്കാൻ അങ്ങനെ എഴുന്നേറ്റ ഒരുത്തനുണ്ടെങ്കിൽ അവന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അത് എഴുന്നേക്കാത്ത ഒരുത്തൻ എങ്ങനെ അത് സാധിക്കുന്നത്? അതുകൊണ്ട് ഓൺലി ജീസസ് ക്യാൻ ട്രാൻസ്ഫോം അസ്, ബ്രിങ് അസ് ടു ന്യൂ ലൈഫ്. യേശുവിന് മാത്രമേ നമ്മളെ പുതിയ ജീവനിലേക്ക് കൊണ്ടുവരുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചില വാക്യങ്ങളൊക്കെ എടുത്തിട്ട് ചോദിക്കുമായിരിക്കും. പലരും എന്നോട് ചോദിച്ചിട്ടുള്ളൊരു വാക്യമാണ്, ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം പലരുടെയും സംശയമാണ്. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. ദൈവത്തിൽ നിന്നും ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. കണ്ടോ? എന്താണ് ദൈവത്തിൽ നിന്ന് ജനിച്ചെന്നുള്ളതിൻ്റെ തെളിവ്? യോഹന്നാൻ ഒരുപാട് തെളിവ് പറയുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട തെളിവാണ് ഇപ്പോൾ പറഞ്ഞത്. ദൈവത്തിൽ നിന്നും ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. നമ്മളെ പ്രശ്നം അതാണല്ലോ, ഈ ജനിച്ചെന്ന് പറഞ്ഞവരൊക്കെ പാപം ചെയ്യുന്നു. അപ്പോൾ പിന്നെ എങ്ങനെ ഇത് അറിയുന്നതെന്നുള്ളതാണ് നമ്മുടെ ഒരു വലിയ പ്രോബ്ലം. അതുകൊണ്ട് അതിൻ്റെ ഉത്തരം അവിടെ താഴെ പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഇപ്പം നിങ്ങൾക്ക് ഒന്നുകൂടെ ബാക്കിയോടെ വായിക്കാം. അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു, ദൈവത്തിൽ നിന്നും ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ ജീവൻ നമ്മിൽ വസിക്കുകയാണ്. അപ്പോൾ അതിനെ വളർത്തിയെടുക്കാനുള്ള ഉത്തരവാദിത്വം നമ്മൾ മറ്റേ കുഞ്ഞിനെ എങ്ങനെ വളർത്തിയത്? മറ്റേ കുഞ്ഞെന്ന് പറഞ്ഞാൽ പണ്ട് കുഞ്ഞായിരുന്നപ്പോൾ ഈ ജഡത്തിലെ കുഞ്ഞിനെ എങ്ങനെ വളർത്തിയത്? തന്നെ അങ്ങ് വളർന്നു പോകുന്നതാണോ? കുഞ്ഞുങ്ങളെ വളർത്തിയിട്ടുള്ള ഒത്തിരി പേര് ഇവിടെ ഇരിപ്പുണ്ടല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കുഞ്ഞുങ്ങൾ തന്നെ അങ്ങ് വളർന്നു പോയതല്ല. എന്തെല്ലാം ഇപ്പോൾ കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് മീറ്റിങ്ങിന് വരാൻ പറ്റാത്ത ആളുകളുണ്ട്, ഇല്ലേ? പിന്നെ മീറ്റിംഗ് സാറേ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരുന്നതിന് മുമ്പേ മീറ്റിംഗ് നിർത്തണമെന്ന് പറയുന്നവരുണ്ട്. വൈ? ബിക്കോസ് നമ്മുടെ ശ്രദ്ധ മുഴുവൻ എവിടെയാണ്? കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുക. അതുകൊണ്ടല്ലേ കുഞ്ഞുങ്ങൾ തലതിരിയുമ്പോൾ അപ്പനും അമ്മയും പറയുന്നതിന് കൈ വളർന്നോ കാല് വളർന്നോ നോക്കി കണ്ണിൽ എണ്ണ ഒഴിച്ചിട്ട് നോക്കിയിരുന്ന് വളർത്തിയിട്ടാണ് ഇപ്പോൾ അവൻ ഈ പണി കാണിച്ചതെന്നൊക്കെ പറയുന്നത്. ആ പണി നിങ്ങൾക്കും കാണിക്കാം. പുതുതായി ജനിച്ചെന്ന് പറഞ്ഞവനും ആ പണി കാണിക്കാം.
കാരണം ഞാൻ എല്ലാ പ്രസംഗം കൂടെ ഒരുമിച്ച് പ്രസംഗിക്കാൻ ഒക്കുകയില്ലെന്നുള്ള കാര്യം ഓർക്കണം. നേരത്തെ പറഞ്ഞ കാര്യം ഓർക്കുക. ദൈവത്തിൽ നിന്ന് ജനിച്ചു എന്നൊക്കെ പറഞ്ഞാലും ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്തം എന്താണ്? തിരഞ്ഞെടുക്കാനും തീരുമാനിക്കാനുമുള്ള കഴിവ്. ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 2 things. ദൈവം നമുക്ക് തന്ന 2 സ്വാതന്ത്ര്യങ്ങൾ, അനുഗ്രഹങ്ങൾ. 1 നിത്യത, 2 ഇത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള പാപം കടന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പഠിച്ചതിപ്പോൾ ഓർമ്മയുണ്ടെങ്കിൽ മനസ്സ് കുരുടാകും, ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുകയില്ല, ബോധം തന്നെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്തത് കൊണ്ട് നിൻ്റെ അകത്ത് ദൈവം ജീവൻ തന്നില്ലെന്നൊന്നും അർത്ഥമില്ല കേട്ടോ. അതൊക്കെ അവിടെ കാണും. അവിടെ എന്ത് കിടപ്പുണ്ടെന്നാണ് പറഞ്ഞത്? ഒന്നുകൂടെ വായിച്ച വാക്യം. അവിടെ എന്ത് കിടപ്പുണ്ടെന്നാണ് പറഞ്ഞത്? വിത്ത് അവിടെ കിടപ്പുണ്ട്. വിത്ത് കിളിർക്കണമെന്നുണ്ടെങ്കിൽ നീ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. വിത്ത് ഈസ് ദെയർ. അതിൻ്റെ കണിക, ജീവൻ്റെ കണിക. ദ മോമെൻറ്റ് യു ആർ ബോൺ അഗെയിൻ, ഗോഡ്സ് ലൈഫ്, ഡിവൈൻ നേച്ചർ ഈസ് വിതിൻ യു. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ചതൊക്കെ ഓർക്കുന്നുണ്ടെങ്കിൽ തിന്മയെ ദ്വേഷിച്ച് നന്മയെ തിരഞ്ഞെടുത്ത്, യേശുവിനെ കുറിച്ച് പോലും അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. യെശയ്യാപ്രവചനം 7 അധ്യായം വായിച്ചാൽ അവൻ തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കുവാൻ പ്രായമാകും വരെ എന്ന് പറഞ്ഞാൽ ദർ ഇസ് ആൻ അക്കൗണ്ടബിൾ ഏജ്. അക്കൗണ്ടബിൾ ഏജിലേക്ക് 10-11 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും നിങ്ങൾ ഉത്തരവാദികളാണ്. ആ കാലം എത്തിക്കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യേണ്ട എന്നുള്ളതും ഞാൻ സ്വയമായി തീരുമാനിക്കും, ഞാൻ തിരഞ്ഞെടുക്കും. അപ്പോൾ ഇത് നിങ്ങൾ തിരഞ്ഞെടുക്കണം. അതുകൊണ്ടാണ് യോശുവയൊക്കെ പറഞ്ഞത്, ഇന്ന് ഞാൻ 2 നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു, എന്ത് തിരഞ്ഞെടുക്കുമെന്ന് നിങ്ങൾ തീരുമാനിച്ചോ, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അപ്പോൾ ഇത് നമ്മുടെ ചോയ്സാണ്, നമ്മുടെ തിരഞ്ഞെടുപ്പാണ്. ദൈവം ഈ വർക്ക് നമ്മുടെ ഉള്ളിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും അങ്ങനെ വീണ്ടും ജനിച്ചെന്ന് പറഞ്ഞവൻ തലതിരിഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവുണ്ടെന്ന് ഞാനീ പറഞ്ഞത്. അത് അവൻ്റെ കുഴപ്പം കൊണ്ടാണ്, ദൈവത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല. ആരുടെ കുഴപ്പം കൊണ്ടാണ്? നമ്മൾ വീണ് പോയെങ്കിൽ ആരുടെ കുഴപ്പം കൊണ്ടാണ്? നമ്മുടെ കുഴപ്പം കൊണ്ട്. ഇറ്റ് ഈസ് അവർ മിസ്റ്റേക്ക് ആൻഡ് നോട്ട് ഗോഡ്സ് മിസ്റ്റേക്ക്. ദൈവത്തിൻ്റെ കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പമാണ്. ഈ ദൈവത്തിൽ നിന്ന് ജീവശ്വാസം മനുഷ്യൻ്റെ ഉള്ളിൽ വന്നപ്പോഴാണ് മനുഷ്യൻ ജീവൻ പ്രാപിച്ചതെങ്കിൽ, ഞാൻ ആദാമിനെക്കുറിച്ചാണ് പറയുന്നത്. ആദാമിനെ മണ്ണുകൊണ്ടുണ്ടാക്കിയിട്ട് അവൻ ജീവനുള്ള ദേഹി ആയത് എങ്ങനെയായിരുന്നു? അവൻ്റെ മൂക്കിൽ ഊതിയപ്പം. അങ്ങനെയാണെങ്കിൽ പുതിയ ജീവൻ വരണമെന്നുണ്ടെങ്കിലും എവിടുന്ന് ശ്വാസം വരണം? അതാണ് നിങ്ങൾ യെഹെസ്കേൽ പ്രവചനം 36-37 അധ്യായങ്ങളൊക്കെ വായിച്ചാൽ അസ്ഥികൾ നിറഞ്ഞൊരു താഴ്വര. മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? എത്ര പ്രാവശ്യം ചോദിച്ചു? അതിൻ്റെ മേൽ ഞരമ്പ് വന്നു, ത്വക്ക് വന്നു, മാംസം വന്നു. പക്ഷെ എപ്പോഴാണ് ജീവിച്ചത്? വെൻ ദ സ്പിരിറ്റ് കെയിം. ശ്വാസം അതിൻ്റെ മേൽ അടിച്ചപ്പോഴാണ് അത് ജീവിച്ച് കാലൂന്നി അങ്ങനെയാണെങ്കിൽ മരിച്ചു കിടക്കുന്ന നമ്മളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശ്വാസം വീശുമ്പോഴാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, അവരുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടും. തീത്തോസിൻ്റെ ലേഖനത്തിൽ വായിച്ച വാക്യം ഓർക്കുക, ദാറ്റ് ഗോഡ് വിൽ ടേക്ക് കെയർ എന്നാണ് പറഞ്ഞത്. നമ്മൾ വിശ്വസിച്ചാൽ പരിശുദ്ധാത്മാവിനെ ധാരാളമായി പകർന്ന് നമ്മളെ എഴുന്നേൽപ്പിക്കുക എന്നുള്ള പണി ആരുടെ പണിയാണ്? ദൈവത്തിൻ്റെ ജോലിയാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് സംശയിക്കേണ്ട കാര്യമില്ല. നീ സംശയിക്കാതെ വിശ്വാസിയായിരിക്കുക. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തില്ല? സംശയമില്ല. ഞാൻ കർത്താവിനെ വിളിച്ചാൽ അവൻ വരുമോ എന്ന് ചോദിച്ചാൽ, ഈ ആത്മാവിനെ പ്രാപിക്കാൻ വരുന്ന ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നൊരു ചോദ്യം, ഞാൻ ഇനി എങ്ങാനും വരുന്നത് മറ്റേ ആത്മാവായിരിക്കുമോ? അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പേടിക്കണം. കാരണം നീ ആരെ വിശ്വസിക്കുന്നില്ല? കർത്താവ് പറഞ്ഞ എന്താ? നിങ്ങൾ മക്കളിൽ ആർക്കെങ്കിലും മുട്ട ചോദിച്ചാൽ കൊടുക്കുമോ? മീൻ ചോദിച്ചാൽ? എന്നിട്ട് പറഞ്ഞ കൺക്ലൂഷൻ പറഞ്ഞല്ലോ, ദോഷികളായി നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ സൃഷ്ടിച്ച, നമുക്ക് നന്മ ആഗ്രഹിക്കുന്ന, ഞാൻ ആ വിശേഷങ്ങളൊക്കെ ചേർക്കുക, നശിച്ചു പോകരുത്, ഈ ജീവൻ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം, അശുദ്ധാത്മാവിനെ എന്നല്ല പറഞ്ഞത്, ജീവൻ എത്രയധികം, അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത്. അവൻ പിശുക്കനല്ല, അവൻ വാരി വിതറിയാണ് കൊടുക്കുന്നത്. പക്ഷെ നമുക്കൊരു ദാരിദ്ര്യബോധം വേണം. എനിക്ക് ആത്മാവ് വേണം, എനിക്ക് ജീവൻ വേണം, എനിക്ക് മാറണം, എനിക്ക് രൂപാന്തരം വേണം എന്നൊക്കെയുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് നാം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കേൾക്കുന്ന ആരാധനയെ കേൾക്കുന്ന ഇപ്പോഴേ കേട്ടാൽ കൊള്ളാമായിരുന്നു, രക്ഷ ദൈവത്തിൻ്റെ ദാനം. രക്ഷ എവിടുന്ന് വന്നതാണ്? ദൈവത്തിൻ്റെ. ഇതെങ്ങനെ സംഭവിക്കും എന്നുള്ളതിന് മറുപടി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിക്കോദിമോസ് ചോദിച്ചു, ഇത് എങ്ങനെ സംഭവിക്കും? ഞാൻ പ്രായമായി പോയല്ലോ. ഞാൻ പറയും, പ്രായമായി പോയതാണ് നല്ല സമയം. കാരണം നിങ്ങൾക്കിപ്പോൾ ഇത് സ്വീകരിക്കുവാനും തിരഞ്ഞെടുക്കുവാനും ഒക്കെയുള്ള ബുദ്ധിയൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഇതെങ്ങനെ സംഭവിക്കും? ഇറ്റ് കംസ് ഫ്രം ഗോഡ്.